തൃശ്ശൂർ ജില്ലയിലെ ഏറ്റവും വലിയ ബീച്ച് ഫെസ്റ്റ് നടക്കുന്ന കാര്യം നിങ്ങൾ അറിഞ്ഞോ? 31 വരെയാണ് ഈ ബീച്ച് ഫെസ്റ്റ് ഇവിടെ നടക്കുന്നത്. നമ്മുടെ കൊടുങ്ങല്ലൂരിൽ നിന്ന് 7 കിലോമീറ്റർ അകലെയായിട്ട് അഴീക്കോട് ബീച്ചിലാണ് ഈ ബീച്ച് ഫെസ്റ്റ് നടക്കുന്നത്. 10,000-കണക്കിന് ആളുകളാണ് ഈ ഫെസ്റ്റിനായിട്ട് ഇവിടെ എത്തിയിരുന്നത്. എൻട്രി സെക്ഷനിൽ തന്നെ നടക്കുന്ന പരിപാടി എന്താണെന്ന് വെച്ചാൽ ലൈവ് ഡ്രോയിങ് ആണ്. കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്നുള്ള എക്സോട്ടിക് ഡ്രീംസ് ആർട്ടിസ്റ്റ് കൂട്ടായ്മയിലെ 20ഓളം ലൈവ് ചിത്രകാരന്മാരാണ് ഇന്നിവിടെ ചിത്രം വരയ്ക്കാനായിട്ട് എത്തിയിട്ടുള്ളത്. ഇതെന്താണെന്നറിയാൻ കൗതുകത്തോടെ നമ്മളും പോയി നോക്കി കേട്ടോ. എല്ലാവരും അവരുടെ ചിത്രം എങ്ങനെയായിരിക്കുമെന്ന എക്സൈറ്റ്മെൻറ്റോട് കൂടിയാണ് ഇരിക്കുന്നത്. അപ്പോൾ സംഭവം എന്താണെന്ന് മനസ്സിലായ സ്ഥിതിക്ക് നമുക്ക് ബാക്കി സംഭവങ്ങളൊക്കെ കാണാനായിട്ട് പോവാം. കുട്ടികളെയും മുതിർന്നവരെയും ഒരുപോലെ പിടിച്ചിരുത്തുന്ന തരത്തിലുള്ള ലൈറ്റിംഗ് സംവിധാനങ്ങളായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. എവിടെ പോയാലും നമുക്ക് ഫോട്ടോ മസ്റ്റ് ആണല്ലോ, അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടുന്ന് കുറച്ച് സ്റ്റില്ലുകളൊക്കെ എടുത്തായിരുന്നു. ഈ ബീച്ചിൻ്റെ വിവിധ മൂലകളിലായിട്ട് അറ്റ് എ ടൈം ഒരുപാട് പരിപാടികളായിരുന്നു നടന്നു വന്നിരുന്നത്. നമ്മൾ ഈ ഫെസ്റ്റ് കണ്ടു തുടങ്ങേണ്ടത് എവിടെ നിന്നാണെന്ന് സ്റ്റാർട്ടിംഗ് പോയിന്റ് കിട്ടാതെ നമ്മൾ കുറേ നേരം നടന്നു നോക്കി കേട്ടോ. മിക്കവരും ഫാമിലി ആയിട്ടാണ് ഈ ഫെസ്റ്റ് കാണാനായിട്ട് എത്തിയിരുന്നത്. അങ്ങനെ നമ്മുടെ ഫെസ്റ്റ് ഐ ലവ് മുനക്കൽ മുസ്രീസ് ബീച്ച് എന്നുള്ള ഈ എംബ്ലത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇങ്ങോട്ട് വന്നു കേട്ടോ. നമ്മുടെ കുട്ടികളെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ക്യാരക്ടേഴ്സ് ഇവിടെ ഉണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ ഈ എക്സിബിഷൻ കാണാനായിട്ട് വന്നു കേട്ടോ. ഇവിടെ ഫ്രീ എൻട്രി ആയതുകൊണ്ട് തന്നെ എല്ലാവരും കയറി കാണുന്നുണ്ടായിരുന്നു. വിവിധ മാധ്യമങ്ങളിലൂടെയുള്ള സൃഷ്ടികളും എക്സിബിഷൻ, ഫോട്ടോ എന്നിവയും സന്ദർശകർക്ക് പുതിയൊരു അനുഭവമായിട്ടായിരുന്നു ഈ എക്സിബിഷൻ ഇവിടെ നടന്നത്. കൂടാതെ ചിത്രകാരനും ശില്പിയുമായ ഡാവിഞ്ചി സുരേഷ് ഒരുക്കിയിട്ടുള്ള ഫോട്ടോ എക്സിബിഷനും ഇതിനോടുകൂടി ഉണ്ടായിരുന്നു. നമ്മൾ സ്റ്റാർട്ടിങ് എൻട്രിയിൽ പറഞ്ഞില്ലേ, എക്സോട്ടിക് ഡ്രീംസ് ആർട്ടിസ്റ്റ് കൂട്ടായ്മ, അവരുടെ ചിത്രങ്ങളാണ് ഇതെല്ലാം. നമ്മൾ ഈ ഫെസ്റ്റിൽ ഏറ്റവും കൂടുതൽ ടൈം എടുത്ത് വാച്ച് ചെയ്തത് ഈ ഒരു സെക്ഷൻ ആയിരുന്നേ. ഓരോ ചിത്രകാരനും അവരവരുടെ കഴിവുകൾ എത്ര ഈസി ആയിട്ടാണല്ലേ ഈ ക്യാൻവാസിലേക്ക് പകർത്തിയെന്ന് നമുക്ക് തോന്നുന്നത്. ഇതെല്ലാം കണ്ടതിന് ശേഷം നമ്മുടെ ക്രിസ്മസ് പാപ്പേനെ കാണാനായിട്ടാണേ വന്നത്. അതിനുശേഷം നമ്മൾ അവിടെ മൊത്തമായിട്ട് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടൊന്ന് നടന്നു നോക്കി കേട്ടോ. അപ്പോൾ അവിടെ വിലക്കുറവ് മേളയും പിന്നെ ഫുഡ് ഫെസ്റ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു നടന്നിരുന്നത്. ഏതൊരു ഫെസ്റ്റിലും ഫുഡ് കോർട്ട് എപ്പോഴും ഉണ്ടാവും അല്ലേ. അങ്ങനെ ഈ ഒരു ഫെസ്റ്റിനും ഒരുപാട് ഫുഡ് കോർട്ടുകളാണ് എല്ലായിടങ്ങളുമായിട്ടും ഉണ്ടായിരുന്നത്. ഞാൻ ഈ ഫെസ്റ്റ് കാണാനെത്തിയതിൻ്റെ പ്രധാന കാരണം ഈ ഗുണ കേവ് ആണ് കേട്ടോ. കുഞ്ഞുമൽ ബോയ്സ് എന്ന സിനിമ ഇറങ്ങിയതിന് ശേഷം ഈ ഗുണ കേവ് കാണാനായിട്ട് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നേ. എൻട്രി ഫീ എന്നത് അഡൾട്ടിന് 80 രൂപയും കുട്ടികൾക്ക് വേറെയുമായിരുന്നു. സിനിമ കണ്ടിറങ്ങിയ നമ്മൾ ഏറ്റവും കൂടുതൽ പേടിച്ചത് ഇതിനകത്ത് വന്നിട്ടുള്ള സുഭാഷിൻ്റെ രൂപം കണ്ടിട്ടായിരിക്കും അല്ലേ. ഈ ഒരു എക്സിബിഷനകത്ത് ഞാൻ അതും പ്രതീക്ഷിച്ചു കേട്ടോ. പക്ഷെ ഇത് ഫുൾ ചിൽഡ്രൻ ഫ്രണ്ട്ലി ആയതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഒരു പേടിപ്പിക്കുന്ന സാധനങ്ങളും തന്നെ ഇതിനകത്ത് ഉണ്ടായിരുന്നില്ല. പിന്നെ കൂടുതൽ വവ്വാലും കാര്യങ്ങളൊക്കെ ആയിരുന്നു അവിടെ ആയിട്ട് തൂക്കിയിട്ടിട്ടുണ്ടായിരുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങളെയും കൂടെ ഫോക്കസ് ചെയ്ത് ചിൽഡ്രൻ ഫ്രണ്ട്ലി ആയിട്ടാണ് തോന്നുന്നു ഈ ഗുണ കേവ് ഇവിടെ സൃഷ്ടിച്ചത്. നമ്മളിത് കയറുന്നത് മുതൽ അവസാനം ഇറങ്ങുന്നത് വരെ ആ സിനിമയിലുള്ള ഡയലോഗ്സും മ്യൂസിക്സും എല്ലാം അവർ ഇതിലൂടെ ഇൻക്ലൂഡ് ചെയ്തിരുന്നു കേട്ടോ. ആ സിനിമയിൽ മ്യൂസിക് ഇടുന്നത് കൊണ്ട് തന്നെ ചെറിയൊരു ഭയം നമുക്കുള്ളിൽ ഉണ്ടാകുമെങ്കിലും പേടിക്കത്തക്ക ഒരു സാധനങ്ങളും ഇതിനകത്ത് ഉണ്ടായിരുന്നില്ല. സിനിമ കണ്ട എക്സൈറ്റ്മെൻറ്റ് കൂടിയ നമ്മളാണ് ഇതിനകത്തോട്ട് കയറുന്നത്. അത്തരത്തിൽ എന്താണ് അതെന്ന് അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റിയിലാണ് നമ്മളും കയറി നോക്കിയത്. സിനിമയിലെ പോലെ തന്നെ ചെറിയൊരു എഫക്റ്റ് തരാനായിട്ട് ഈ ഗുണ കേവിനും സാധിച്ചിട്ടുണ്ട്. ഒത്തിരി എക്സൈറ്റ്മെൻറ്റോട് കൂടിയിട്ട് അങ്ങനെ നമ്മൾ ഗുണ കേവ് കണ്ടിറങ്ങുവാണേ. ഈ ഒരു ഗുണ കേവിൻ്റെ എക്സിബിഷനോട് കൂടിയിട്ട് ഈ എൻട്രി ഫീ ആയിട്ടുള്ള 80 രൂപയ്ക്ക് ഒരു കുഞ്ഞു സർപ്രൈസും കൂടെ നിങ്ങൾക്കായിട്ടുണ്ട് കേട്ടോ. ഇനി നിങ്ങൾ കാണാൻ പോകുന്ന ഈ എക്സിബിഷനാണ് ഞാൻ പറഞ്ഞ സർപ്രൈസ്. ചെറിയ മൂമെൻറ്റ്സ് കൊടുത്തിട്ട് ആനയും വെഞ്ചാമരങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം നമുക്ക് കിട്ടുന്നത് ഒരു കാടിൻ്റെ അറ്റ്മോസ്ഫിയർ ആയിരുന്നു. കൃത്യമായ സൗണ്ട് എഫക്റ്റും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് തന്നെ ഇതിന് മൂവ്മെൻറ്റ്സും കൊടുത്തുകൊണ്ട് ഒരു റിയലിസ്റ്റിക് സ്വഭാവം ഇതിനുണ്ടായിരുന്നു. നല്ല രീതിക്കുള്ള അറേഞ്ച്മെൻറ്റ്സ് ആയിരുന്നു ഇതിനായിട്ട് വരെ ഒരുക്കിയിരുന്നത്. ഓരോ മൃഗങ്ങളുടെയും നോയ്സും കാര്യങ്ങളും എല്ലാം തന്നെ ഇതിൻ്റെ ഉള്ളിൽ ഇൻക്ലൂഡ് ചെയ്തിരുന്നു. പിന്നെ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന അടുത്ത സർപ്രൈസാണ് ഇനി കാണാൻ പോകുന്നത്. അതായത് നമ്മൾ അവതാർ സിനിമയിൽ കണ്ടിട്ടുള്ള കുറച്ച് ക്യാരക്ടേഴ്സിനെ ഇനി നിങ്ങൾക്കായിട്ട് കാണിച്ചു തരാം. ശരിക്കും ഇവിടെ ഒട്ടും പ്രതീക്ഷിക്കാതെ ഞാൻ കണ്ടൊരു സംഭവമായിരുന്നു ഇത്. നമ്മൾ ആ സിനിമയിൽ കാണുന്ന അതേപോലെ തന്നെ ഉണ്ടായിരുന്നു ഇവരുടെ ഈ ആർട്ടും. ഓരോന്നും വളരെ സമയമെടുത്ത് കണ്ടുകൊണ്ടാണ് കേട്ടോ നമ്മൾ ഇതിൽ നിന്ന് ഇറങ്ങിയത്. കുഞ്ഞുങ്ങൾക്ക് ഒരു ഫോറസ്റ്റിനെ കുറിച്ച് പഠിക്കാൻ ആവശ്യമായിട്ടുള്ള തരത്തിലുള്ള അറേഞ്ച്മെൻറ്റ്സ് ആയിരുന്നു ഇവരിവിടെ നടത്തിയിരുന്നത്. അവതാർ സിനിമയിലെ 3 സംഭവങ്ങളെയാണ് ഇവർ നിങ്ങൾക്കായിട്ട് ഒരുക്കിയിരിക്കുന്നത്. ഈ ഒരു എക്സിബിഷനിൽ ഫോട്ടോ അലൗഡ് ആയതുകൊണ്ട് തന്നെ എല്ലാവരും ഫോട്ടോ എടുക്കുന്ന തിരക്കിലായിരുന്നു കേട്ടോ.
നമ്മുടെ അവതാർ സിനിമയിലെ ഈ ക്യാരക്ടർ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അവതാർ സിനിമയിലെ 3 ക്യാരക്ടേഴ്സിനെയാണ് ഇവരിതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നതെന്ന്. ആ 3ാമത്തെ ക്യാരക്ടറായിരുന്നു ഇത്. ഓരോ മൃഗങ്ങൾക്കും റിയാലിറ്റി തോന്നുന്ന തരത്തിലാണ് അവരിത് അറേഞ്ച് ചെയ്ത് വെച്ചിരുന്നത് കേട്ടോ. 80 രൂപയ്ക്ക് ഈ ഒരു എക്സിബിഷൻ നമുക്ക് വെർത്ത് തന്നെയാണെന്ന് പറയാം. കാടിനകത്ത് വരുന്ന കാട്ടുമനുഷ്യരെയും ഇവരിതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഇതെല്ലാം കണ്ട് ഇറങ്ങിയ നമ്മൾ മരണക്കിണറായിരുന്നു കേട്ടോ കണ്ടത്. അത് പിന്നെ പേടിപ്പെടുത്തുന്ന സംഭവം ആയതുകൊണ്ട് തന്നെ അങ്ങോട്ട് പോയില്ല. പിന്നെ നമ്മൾ ഏറ്റവും വലിയൊരു ജയൻറ്റ് വീലായിരുന്നു കേട്ടോ കണ്ടത്. ശേഷം കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരുപാട് പ്ലേ ടൂൾസുകളെല്ലാം തന്നെ ഇവിടെ ഉണ്ടായിരുന്നു. ഓരോരുത്തരും അവരവരുടെ കുഞ്ഞുങ്ങളെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. ഇനി നിങ്ങൾക്ക് ഈ ഫെസ്റ്റിൻ്റെ എല്ലാ ഭാഗങ്ങളും ഒറ്റ ഷോട്ടിൽ കാണിച്ചു തരാം കേട്ടോ. ഇവിടെ നടക്കുന്ന എല്ലാ പ്രോഗ്രാംസും ഇതിൽ കിട്ടണമെന്നില്ല, എന്നാലും കിട്ടുന്നതെല്ലാം നിങ്ങൾ കണ്ടു നോക്കൂ. പിന്നെ വന്നത് നമ്മൾ ഈ ടാറ്റോ പാലറ്റിലോട്ടാണ്. ഇൻസ്റ്റൻറ്റ് ടാറ്റോ ആണത്. ഇതെല്ലാം കണ്ടു തുടങ്ങിയപ്പോഴേക്കും നമുക്ക് നല്ല രീതിക്കുള്ള ദാഹവും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. അതിനുവേണ്ടി നമ്മൾ ഫുഡ് കോർട്ട് തിരഞ്ഞാണ് വന്നത്. വിവിധ തരത്തിലുള്ള ഒട്ടനവധി ഫുഡും കാര്യങ്ങളും ആയിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. ഫുഡ് കോർട്ടിലെല്ലാം കുഞ്ഞു കുഞ്ഞു മക്കളാണ് ഉണ്ടായിരുന്നത്. അങ്ങനെ നമുക്ക് വേണ്ടിയിട്ട് ഒരു കുലുക്കി സർബത്താണ് കേട്ടോ ഈ കൊച്ചു പയ്യൻ ഉണ്ടാക്കി തന്നത്. അതെല്ലാം കുടിച്ച് നമ്മൾ ഈ ഫെസ്റ്റിൻ്റെ ബാക്കി കാണാനായിട്ട് വീണ്ടും നടന്നു. അങ്ങനെ നടന്ന് നീങ്ങിയപ്പോഴാണ് നല്ല രീതിക്കുള്ള തിരക്ക് കണ്ടത്. നമ്മൾ കയറി നോക്കിയ സമയത്ത് സ്റ്റേജ് പ്രോഗ്രാംസ് ആയിരുന്നു കേട്ടോ അവിടെ നടന്നുകൊണ്ടിരുന്നത്. ലേറ്റ് നൈറ്റ് ആയതുകൊണ്ടും ബ്ലോക്ക് ഉള്ളതുകൊണ്ടും നമ്മൾ കൂടുതൽ നേരം അവിടെ സ്പെൻഡ് ചെയ്യാനായിട്ട് നിന്നിട്ടില്ല. ഈ ഫെസ്റ്റിൽ നമ്മൾ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ എന്ന് നോക്കാനായിട്ട് വീണ്ടും നമ്മൾ എല്ലായിടത്തോട്ടും ഒന്ന് നോക്കി കേട്ടോ. ഈ ഫെസ്റ്റ് നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യരുത്. 31 വരെ ഇത് ഇവിടെ നടക്കുന്നുണ്ട്. അങ്ങനെ ദാഹത്തിന് ശമനമൊന്നും വരാതെ നമ്മളിതേ ഈ കുഞ്ഞു പയ്യൻ്റെ കയ്യിൽ നിന്ന് കുലുക്കി സർബത്ത് മേടിക്കാനാണ് പോയത്. വീഡിയോ എടുത്ത് തുടങ്ങിയപ്പോൾ തന്നെ എന്നോട് പറഞ്ഞു കേട്ടോ, ചേച്ചി ഞാൻ വൈറലാവോ, എനിക്കും അയച്ചു തരണേ, എൻ്റെ വീഡിയോ ഞാൻ തന്നെ കാണട്ടെ എന്ന്. അങ്ങനെ നമ്മുടെ ഐഡിയ എല്ലാം മേടിച്ചെടുത്തതിന് ശേഷം കൊച്ചു നമുക്ക് കുലുക്കി സർബത്ത് ഉണ്ടാക്കി തരുന്നതാണ് കാണുന്നത്. 40 രൂപയുടെ കിവി ഫ്ലേവറിലുള്ള കുലുക്കി സർബത്താണ് കേട്ടോ നമ്മൾ ഓർഡർ ചെയ്തത്. നമ്മൾ വീഡിയോ എടുക്കുന്ന സന്തോഷത്തോടെയാണ് കേട്ടോ അവൻ നിൽക്കുന്നത്. നിങ്ങൾ ഈ ഫെസ്റ്റിന് വരികയാണെങ്കിലേ ഇവിടെ വന്നിട്ട് കുലുക്കി സർബത്ത് കുടിക്കാനായിട്ട് നോക്കണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഫെസ്റ്റ് ഇവിടെ അവസാനിക്കുന്നത് ഈ കുലുക്കി സർബത്ത് കുടിച്ചുകൊണ്ടാണ്. ഇത് കുടിച്ചതിന് ശേഷം നല്ല ബ്ലോക്കും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ വീട്ടിലോട്ട് പോകാൻ തന്ന തയ്യാറെടുപ്പോട് കൂടിയാട്ടോ നിന്നത്. ഇതിനിടയ്ക്ക് നമ്മളൊരു ഉപ്പിലിട്ട മാങ്ങയും കാര്യങ്ങളൊക്കെ തന്നെ കഴിച്ചായിരുന്നു കേട്ടോ. വീഡിയോ എപ്പോൾ തരും ചേച്ചി എന്ന ചോദ്യത്തിന് മുന്നിൽ നാളെ ഈവനിങ് തരാമെന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങുന്നത്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കല്ല കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.